സൂര്യനിൽ നിന്ന് പുത്രനുണ്ടാകുമെന്നുള്ളത് 100% സത്യമാണ്. നീ ഒന്നും പണയണ്ട. ഇവിടെ പ്രധാനമന്ത്രിക്ക് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നടാ പ്ലാന്? അതാണ്ടാ നാനും കേക്കറേ, എന്നടാ പ്ലാന്? സൂര്യനിൽ നിന്ന് പുത്രനുണ്ടാകുമെന്നുള്ളത് 100% സത്യമാണ്. അതെ, സൂര്യൻ വന്നിട്ട് ഇവിടെ നീ ഒരു കോപം പറയണ്ടാ. ദൈവനെ കൊല്ലണ്ട പന്നി. എന്തൊക്കെയായിരുന്നു തള്ളു? എനിക്കത് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി വേണമെന്ന് പറഞ്ഞു. അതെ അതെ, ISROന്റെ ഫ്രണ്ടിലെ ചായക്കടേന്റെ സൈഡിലുള്ള ബിൽഡിംഗ് അത് ഇയാൾക്ക് കൊടുക്കാം, റിസർച്ച് ചെയ്യട്ടെ. ഞാൻ റിസർച്ച് സെന്ററിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്. അത് ഏതൊരു സ്ത്രീ അവരെ ഞാൻ ചെയ്യിപ്പിക്കുന്ന ആകെ മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ. അവരിലേക്ക് സൂര്യനിൽ നിന്നാണ് കുട്ടി വരണത്. സയൻസിന്റെ മുകളിൽ പോകാൻ പോകുന്ന കാര്യമാണ് ഇത്. ചില ദിവ്യഗർഭം ഇങ്ങനെ നാട്ടിലുണ്ടാവാറുണ്ട്. സൂര്യന്റെ പേര് പറയുന്നതേ ഉള്ളൂ. സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടായിരുന്നു. ഇത് ഭാര്യ പറഞ്ഞ. നമ്മളിന്ന് നോക്കുന്നത് ദൈവവിശ്വാസികളെ വിദഗ്ധമായി പറ്റിക്കുന്ന കുറച്ച് ഹോൾസെയിൽ ഡീലേഴ്സിനെയാണ്. മൊബൈലിന്റെ റേഡിയേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിപ്പാണ്. ചാണകം ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓ, ടെക്നോളജിയാ. എഡ്യൂക്കേഷൻ. ഇന്ത്യയുടെ ചരിത്ര നേട്ടമാണിത്. എന്തിനാ ചിപ്പ് മാത്രമാക്കിയേ? മൊബൈലും ചാണകം കൊണ്ട് ഉണ്ടാക്കാനില്ലേ? എന്നെ ഹനുമാനിലായിരുന്നു എല്ലാരും വിളിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ? ചാട്ടം കണ്ടിട്ട്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. 200 രൂപയോ അത്രയും ചാണകത്തിന്? എന്താ സ്നാപ്ഡ്രാഗന്റെ ചാണകമോ? വൃന്ദാവൻ മധുര. എന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ? ഒരു മാറ്റവും ഇല്ല. മാറ്റമുണ്ട്. റേഡിയോയിൽ പറയും റേഡിയേഷൻ കുറവാണെന്ന്. കുറച്ച് ബോധം വെക്കാൻ ചാണകത്തിന് എന്തെങ്കിലും ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റും. കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടില്ലാത്തവർ ഇപ്പൊ കേട്ടോണം. എപ്പോഴും അവസരം കിട്ടിയെന്ന് വരില്ല. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ഞാൻ കേട്ട ശബ്ദം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു ഇതിനകത്ത്. വേണ്ട മോനെ രാമേന്ദ്ര, ഇവിടെ കിട്ടണ കച്ചവടമൊക്കെ മതി. അയ്യോ, കർത്താവിന്റെ സൗണ്ടാ. സ്പീക്കറൊക്കെ ശരിയാക്കാം. ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, നീ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം. ഇത് കർത്താവല്ല, രാമൻ കർത്ത. നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. മലയാളിയായിരുന്നു. റെക്കോർഡ് ചെയ്ത് വെച്ചു ഇതിനകത്ത്. കർത്താവ് അറിയാതെ കർത്താവിന്റെ വോയിസ് അവൻ റെക്കോർഡ് ചെയ്തു. നമ്മളെ അങ്ങനെ മണ്ടനാക്കല്ലേ. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ.